കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ താളം തെറ്റുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്നും റോജി എം ജോണാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കിഫ്ബി എടുത്ത പണം എല്ലാ ജനങ്ങളുടെയും ബാധ്യതയായി മാറിയെന്ന് റോജി. ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ഈ റോഡുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അധിക നികുതി ഭാരം അല്ലെങ്കിൽ ഈ ടോളിന്റെ ഭാരം ഈ മലയോര തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടാണോ? ടോളിന്റെ പേരിൽ ആശങ്കയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ടോൾ വരുമെന്ന സൂചന ധനമന്ത്രി നൽകുന്നുണ്ട്. NH പോലെയുള്ള വേദികളിൽ NHAയുടെ എല്ലാ നിർമ്മാണവും അവർ ടോൾ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. കേരളത്തിന് പുറത്തെല്ലാം വരുമാനദായകമായ മേഖലകൾ ചിലത് വേണ്ടിവരും. പിന്നെ ഈ പറഞ്ഞതുപോലെ 100 സ്ഥലത്തോ 200 സ്ഥലത്തോ പുതിയ പദ്ധതികൾ വേണ്ടിവരും. കിഫ്ബി സംസ്ഥാനത്തിന് ബാധ്യതയായെന്നും കിഫ്ബിയുടെ രൂപീകരണം ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ്. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല. നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലേ കൊടുത്തത്? കിഫ്ബിയുടെ പൈസയാണെങ്കിലും നിങ്ങൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് 6000 കോടി രൂപ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കൊടുക്കാം. എവിടെന്നാ കൊടുത്തത്? ഇതിനാ കൊടുത്തത്. ധനമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. നിയമസഭയിൽ നിന്നും അമൽ തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.